കേരള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ അതിനെക്കുറിച്ച് മുമ്പ് ഒരുപാട് പല പ്രാവശ്യം പ്രതികരിച്ചിട്ടുള്ളതാണ്. ടോൾ പിരിവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എടപ്പള്ളി മുതൽ, അതായത് നമ്മുടെ എടപ്പള്ളി മണ്ണുത്തി ഹൈവേയിൽ, ആ ഹൈവേയിൽ ഒരു മനുഷ്യന് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ആ ചാലക്കുടി ഭാഗത്തായി കഴിഞ്ഞാൽ അവിടെ ഒരു 2-3 മണിക്കൂർ റോഡിൽ കിടക്കണം. പക്ഷേ ഇതങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് എന്താണെന്നറിയോ, ആ പുതുക്കാട് കഴിയുമ്പോൾ ടോൾ ഗേറ്റ് ഉണ്ട്. അവിടെയും ചെന്ന് ടോൾ ക്യൂ നിന്ന് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ടോൾ കൊടുക്കണം. ആ ടോൾ കൊടുക്കുകയും വേണം, ഈ അനുഭവം കൂടെ നമുക്ക് വേണം, റോഡിൽ കിടക്കുന്ന അനുഭവം കൂടെ വേണം. ഒരുപാട് പേര് ബുദ്ധിമുട്ടി. അപ്പോൾ ഹൈക്കോടതി ഒരു തീരുമാനമെടുത്തു. ഈ വഴിയിൽ, അതായത് ഇവിടുത്തെ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കാതെ ടോൾ കൊടുക്കണ്ട എന്നൊരു തീരുമാനം ഹൈക്കോടതി പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ചെയ്ത പണി എന്താണെന്നറിയോ, അടുത്ത പണി അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യവന്മാർ അവിടുത്തെ പണികളൊക്കെ കുറേ അങ്ങ് നിർത്തി വെച്ചു. ഇനി എന്നാൽ ടോൾ എന്തായാലും ഇല്ലല്ലോ, ഇനി കഷ്ടപ്പെട്ട് പോയാൽ മതി. അത് മതി, കുഴപ്പമില്ല, വളരെ പതുക്കെ പോകാം, ടോൾ കൊടുക്കണ്ടല്ലോ. അങ്ങനെ ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ള പാസേജാണ്. അതുമൂലം അത് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുന്നറിയോ, ഇതിന് നേരെ, ഈ ഉത്തരവിനെതിരെ നേരെ ദേശീയപാത അതോറിറ്റി NHRAയും ഇവിടെ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി, ഇതിൻ്റെ കോൺട്രാക്ടറും NHRAയും കൂടെ സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി ഇത് ചോദിച്ചു, ഈ റോഡിൽ കൂടെ പോകാൻ വയ്യാതെ എന്തിനാ ടോൾ കൊടുക്കുന്നത്? ടോൾ കൊടുക്കേണ്ട കാര്യമില്ല, ഇതെല്ലാം റെഡിയാക്കിയിട്ട് വരാൻ പറഞ്ഞു. ഹൈക്കോടതിയുടെ ഉത്തരവിനകത്ത് ഇടപെടാൻ യാതൊരു കാര്യവുമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ട് അതങ്ങ് തള്ളി. അതോടുകൂടി യവന്മാർക്ക് വേറെ മാർഗമില്ലാതായി. അപ്പോൾ ഏതാണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ 2 സൈഡിലുള്ള റോഡുണ്ടല്ലോ, സൈഡിലെ പാതകൾ, അത് യഥാർത്ഥത്തിൽ വൃത്തിയാണെങ്കിൽ ഒരു ഭാഗത്തൂടെ 2 വരിക്ക് വാഹനം പോകുന്നെങ്കിൽ ഈ ഒരിക്കലും അവിടെ ഈ ഗതാഗതക്കുരുക്ക് വരത്തില്ല. അതുണ്ടാക്കാതെ ഇരിക്കുക. അപ്പോൾ ഉണ്ട് ഇത്, ഞങ്ങൾ അവിടെ നന്നാക്കി, ഇവിടെ നന്നാക്കി, ഇവിടെയൊക്കെ നന്നാക്കി, മറ്റേതൊക്കെ നന്നാക്കി, ഇപ്പോൾ അവിടെ ഗതാഗതക്കുരുക്കൊന്നുമില്ല. ഹൈക്കോടതി എന്ന് പറഞ്ഞ് ഹൈക്കോടതി വന്നു, ഈ ടോള് പിരിക്കാൻ അനുവാദം തരണം. ടോള് പിരിച്ചില്ലേ വലിയ പ്രശ്നമല്ലേ? ഈ റോഡിൻ്റെ നിർമ്മാണത്തിൻ്റെയൊക്കെ ആ റോഡിൻ്റെ നിർമ്മാണത്തിന് 720 കോടി രൂപ ചിലവായെങ്കിൽ 1773 കോടി രൂപ ഈ ടോള് നിർത്തിവെക്കുന്നത് വരെ പിരിച്ചു കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇനി എന്തിനാ ഈ ടോള് പിരിക്കുന്നത്? ജനങ്ങളെ കൊള്ളയടിക്കാനോ? യവന്മാരെ ജോലി ഇതിലും നല്ലത് പിച്ചാത്തി എടുത്ത് റോഡിൽ നിർത്തുന്നതല്ലേ, ആളുകളെ കഴുത്തെ കത്തി വെച്ച് പിടിച്ചു പറിക്കാൻ. ആ രീതിയിലുള്ള പണിയാണ് നടക്കുന്നത്. അതോ ആ ടോൾ ഗേറ്റിലുള്ളവരെല്ലാം ഭയങ്കര അഹങ്കാരികളാണ്. ഇതെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ തള്ളിയിട്ടടിക്കും. ഇങ്ങനെയുള്ള കുഴപ്പമുണ്ട്. അപ്പോൾ ഏതായാലും ഒരു നല്ല തീരുമാനമാണ് വന്നത്. അപ്പോൾ ഇത് ടോള് പുനഃസ്ഥാപിക്കണം, പിരിക്കാൻ ഉള്ള അനുവാദം തരണം എന്നും പറഞ്ഞ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. അപ്പോൾ ഹൈക്കോടതി ഒരു കാര്യം ചെയ്തു, അവിടെ ഗതാഗതക്കുരുക്കൊന്നും ഇല്ല, ഇപ്പോൾ ഒരു കുരുക്കും ഇല്ല. ശരി, കുരുക്കില്ല, കളക്ടറുടെ റിപ്പോർട്ട് ചോദിച്ചു. അപ്പോൾ കളക്ടർ പറഞ്ഞു, കുറച്ചൊക്കെ ഭാഗമൊക്കെ നന്നാക്കിയിട്ടുണ്ട്, പക്ഷേ ചില ഭാഗങ്ങൾ വലിയ കുഴിയും അത് താഴ്ചയും ഒക്കെയാണ്, അവിടെ അടയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ കോടതി പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, കളക്ടർ റിപ്പോർട്ടിൽ നിന്ന് ശരിയായ രീതിയിൽ ഈ പണി നടത്തിയതായിട്ട് കാണുന്നില്ല, അതുപോലെ ഗതാഗതക്കുരുക്ക് ഒഴിഞ്ഞതായിട്ട് കാണുന്നില്ല. കളക്ടർ ശരിയായ റിപ്പോർട്ട് ഏതായാലും തരട്ടെ, തരുമ്പോൾ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി കളക്ടർ എന്ത് റിപ്പോർട്ട് കൊടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കളക്ടർ വെള്ളത്തിലാവും, ഇല്ലാത്ത ഒരു റിപ്പോർട്ട് കൊടുത്താൽ. അവിടെ ഗതാഗതക്കുരുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മാധ്യമങ്ങളുണ്ട്, അവരെ കണ്ണ് തുറന്നിരിക്കുകയാണ്, അവരവിടെ പോയി എടുത്തിട്ട് അലക്കും, ഇത് കാണിക്കും. അപ്പോൾ കളക്ടർ ഒരു കാര്യം ചെയ്യണം, ചെയ്യുമ്പോൾ സൂക്ഷിച്ചേ ചെയ്യാവൂ. കാരണം അത് ഇല്ലെങ്കിൽ തീക്കൊള്ളി കൊണ്ട് തലയുറിയുന്നതിന് തുല്യമാവും, അത് നോക്കണം. അപ്പോൾ ഏതായാലും നല്ലൊരു തീരുമാനമാണ്. ഈ ടോള് പുനഃസ്ഥാപിക്കുന്നതിന് അതവിടെ നല്ലതായിട്ട് ഗതാഗതക്കുരുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയതിന് ശേഷം വരാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൊള്ളാം, അതാണ് വേണ്ടതും. അത് നാടിന് വേണ്ട ഒരു ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന് ഞാൻ വളരെ അഭിനന്ദനം നൽകുന്നു.